ബാർക്കോട് ആരോപണത്തിൽ ഇടുക്കി ജില്ലയിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ഉടമയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. 2.5 ലക്ഷം രൂപ നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ ഹോട്ടലാണ് സ്പൈസ് ഗ്രോവ്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചിരികയാണ്. സുബിൻ, ഈ അനിമോൻ ഈ ഒരു വാട്സപ്പ് ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി ആ പേര് സൂചിപ്പിക്കുന്ന ഒരു ഹോട്ടലാണ് സ്പൈസ് ഗ്രോവ്. സ്പൈസ് ഗ്രോവ് മാത്രമാണ് ഇത്തരത്തിൽ തുക നൽകിയത്, മറ്റാരും നൽകിയിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അണക്കരയിൽ പ്രവർത്തിക്കുന്ന സ്പൈസ് ഗ്രോവ് ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം രൂപ നൽകിയിട്ടുള്ളത്, ബാക്കിയുള്ളവരും നൽകണം എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ പൈസ നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ സംഘം മൂന്നാറിലുള്ളതായാണ് സൂചന. അവിടെ നിന്നും ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ, അണക്കരയിൽ പ്രവർത്തിക്കുന്ന സ്പൈസ് ഗ്രോവ് ഹോട്ടലിൽ എത്തി ഈ മൊഴി എടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘം അരവിന്ദാക്ഷനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് തന്നെ ആ ഒരു മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ഒരു തരത്തിലും പൈസ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഈ അനിമോന് കൂടി ഷെയർ ഉള്ള ഒരു ഹോട്ടലാണ്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഡയറക്ടർ ബോർഡ് അംഗം നേരത്തെ പറഞ്ഞിരിക്കുന്നത് പണം നൽകിയത് കെട്ടിട ഫണ്ടിലേക്കാണ് എന്ന രീതിയിലുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ന്യായീകരണമായിട്ടാണ് രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ 472 ബാർ ഉടമകളിൽ നിന്നും 2 ലക്ഷം വീതം പിരിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ അതേസമയം തന്നെ ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷണം നടത്തുന്നത് അല്ലെങ്കിൽ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൊഴി എത്രത്തോളം കൃത്യമായി രേഖപ്പെടുത്തും അല്ലെങ്കിൽ എത്രത്തോളം സുതാര്യതയോടെ അന്വേഷണം മുന്നോട്ട് പോകും എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ടല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. മുമ്പെല്ലാം തന്നെ ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഏതെങ്കിലും കേസുകൾ വരുമ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം എന്നോണമാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണം നടക്കുകയും അത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ പരാജയമായി പോവുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ കേസും അല്ലെങ്കിൽ ഈ ഒരു ബാർക്കോഡ് കേസും തള്ളിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും ഈ സ്പൈസ് ഗ്രോവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു ക്രൈംബ്രാഞ്ച് സംഘം മൂന്നാറിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് മൂന്നാറിൽ ഇവർ എത്തിയത് എന്നുള്ള കാര്യവും പ്രധാനമായും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും മറ്റേതെങ്കിലും സൂചനകൾ പ്രകാരമാണ് ഇവർ മൂന്നാറിലെത്തി ഈ ഒരു സംഘം ക്യാമ്പ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ സ്പൈസ് ഗ്രോവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷനെ ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് മൂന്നാറിൽ നിന്നും ഈ അണക്കരയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്.